Sound check 1 2 3. So welcome back YouTube. തുളയല്ലേ കാണുന്നത്. ഇന്ന് ആക്ച്വലി 29th ആണ്. നമ്മൾ വീണ്ടും കോയമ്പത്തൂരിലോട്ടേക്ക് പോവാണ്. അതെ, ട്രാക്കിലോട്ട് തന്നെയാണ്. അന്ന് ആക്ച്വലി ബൈക്സ് മാത്രമേ ആയിരുന്നു ട്രാക്കിൽ. ഇന്ന് കാർസും ഉണ്ട് ബൈക്സും ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും അത്യാവശ്യം നൈസ് പിക്സും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ട്രാക്കിൽ നിന്ന് ഗോപ്രോ വെച്ചിട്ട് അധികം സംസാരിച്ചിട്ടൊന്നുമില്ല. ഇപ്രാവശ്യം മാക്സിമം അത് ചെയ്യാൻ നോക്കാം. കാരണം ആകെ വണ്ടി ഓടിക്കുന്നതും പോകുന്നതും വീഡിയോസും ലൈക്ക് ആ സമയത്ത് വർത്തമാനം പറയുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കി മൊത്തം സിനിമാറ്റിക് ഷോട്ട്സ് ആണ്. സാറ്റർഡേ മോർണിംഗ് ആംബിയൻസ് വേറെ രക്ഷയില്ല ബ്രോ. നൈസായിട്ടൊരു ചായ കുടിക്കാൻ നിർത്തണം. ചായയും എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാം. എന്നിട്ട് ഒരൊറ്റ വിടല്. ഞാൻ പ്രാവശ്യത്തെ പോലെ ഉറക്കത്തൂക്കൊന്നുമില്ല. നല്ല പോലെ കിടന്ന് ഉറങ്ങിയിട്ടാണ് പോണേ ഇപ്രാവശ്യം. കൊള്ളാം. വണ്ടി ഇവിടെ വെച്ചിട്ട് വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മടിയേ പോവാം, കുറച്ച് അപ്പുറത്ത് എടുക്കാം. കുട്ടാ നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി ചായ കുടിച്ച് വരാം. ഓക്കേ, ഒരു ചായ. ഇത് ആക്ച്വലി നമ്മുടെ കസിൻ്റെയാണ്. ASK അല്ലേ, എൻ്റെ റെഡ് എക്സ്പ്രസ്, അവൻ്റെ സാധനമാണ്. എടുത്തിട്ടതാണ്. എപ്പോഴും ഈ POV കണ്ട് മടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇതിലോട്ട് സ്വിച്ച് ചെയ്യുമ്പം വീഡിയോ കുറച്ചുകൂടെ രസം ഉണ്ടാവും കാണാൻ എന്ന് തോന്നുന്നു. എനിക്ക് എൻ്റെ കോൺസെപ്റ്റ് മാറ്റാനായിട്ടുണ്ട്. വോബ്ലിങ് നോക്കിക്കോട്ടോ, കണ്ടോ? അയ്യോ, നല്ല രീതിക്ക് വോബ്ലിങ് അടിക്കുന്നുണ്ട്. ചെയിൻ സ്പ്രോക്കറ്റ് മാറ്റണം, ഓയിൽ മാറ്റാനായിട്ടുണ്ട്. പറഞ്ഞ പോലെ ഞാൻ എന്ത് ധൈര്യത്തിലാണ് 200 കിലോമീറ്റർ അടിക്കണം. സമയം ഇപ്പം 8:30 ആയിട്ടുണ്ട്. ഞാൻ അവിടെ നിന്നൊരു 6:50 ആയപ്പോൾ ഇറങ്ങിയതാണ്. നമ്മളിപ്പം പെരിന്തൽമണ്ണ എത്തിയിട്ടുണ്ട്. ഇനി അടുത്തത് പാലക്കാട് ഒരു 40 കിലോമീറ്റേഴ്സ് മോർ ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. ഈ കോഴിമുട്ടക്കാരൻ കുറേ നേരം ഇല്ലെങ്കിൽ പോയില്ല ഇതുവരെ. അത് പോയിക്കൂടെ അയാൾക്ക്? ഒരു യൂണിക്കോണിൽ ഒരു കണ്ണാപ്പിട്ടിയും പിന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. മച്ചാൻ ഫുള്ള് കോണറിങ് ഒക്കെ എടുത്തിട്ട് പണ്ടാരൊരു ചങ്ങായി അവിടെ നിന്ന് ഇൻഡിക്കേറ്റർ റൈറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. ജസ്റ്റ് മിഷൻ അവൻ രക്ഷപ്പെട്ടെ. ഞാൻ അടിച്ച് കയറി പോയേനെ. അതിനുശേഷം മറ്റവൻ സ്ലോ ആക്കി പയ്യെ ഓടിക്കാൻ തുടങ്ങി. ഒന്ന് പേടി കിട്ടിക്കഴിഞ്ഞാൽ മതി എല്ലാവർക്കും. എനിക്കും അതന്നെ പറഞ്ഞെന്നേ ഉള്ളൂ. ഞാൻ എപ്പോഴും വിചാരിക്കും ഇതിൻ്റെ സീറ്റ് അപ്ഗ്രേഡ് ചെയ്യണമെന്ന്. എനിക്ക് ഇതിൻ്റെ അകത്ത് റാലി സീറ്റ് ഇടാൻ നല്ല താല്പര്യമുണ്ട്. കുറച്ച് ആക്ച്വലി ഞാൻ ഇരുന്ന് നോക്കിയിട്ടുണ്ടല്ല റാലി സീറ്റിൽ. സോഫ്റ്റ് ഉണ്ട്, ഒരു ഇച്ചിരി ഷോർട്ടാണെന്നുള്ളൂ. ലൈക്ക് ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പം കുറച്ചൊന്ന് നേരോ ആണ്. ബട്ട് എന്താ പറയുക, വൃത്തികേടല്ല, കംഫർട്ടായിട്ട് പോയി വരാം. ഇതിന് ഇപ്പോഴുള്ള സീറ്റിനെക്കാട്ടും എത്രയോ അടിപൊളി കംഫർട്ടായിട്ട് ആ റാലി സീറ്റിൽ പോയിട്ട് വരാം. ബ്രോ, നാട്ടുകാരൊക്കെ വിചാരിക്കും എന്താ പനി കാണിക്കുന്നതല്ലേ. ഈ വണ്ടി ബ്ലാക്ക് ആക്കിയാൽ കൊള്ളാമെന്നുണ്ട്. വൈറ്റ് മാറ്റിയിട്ട് മാറ്റ് ബ്ലാക്ക് ഓർ മാറ്റ് ഗ്രേ കംപ്ലീറ്റ് ആയിട്ട്. എന്നിട്ട് വീലിൻ്റെ ഭാഗത്ത് ബ്രോൺസ് അടിക്കുക. ബ്രോൺസോ ഗോൾഡോ. ബ്ലാക്കിൻ്റെ അകത്ത് ഗോൾഡ് ആയിരിക്കോ ബ്രോൺസ് ആയിരിക്കോ ശരിയാ, എനിക്കറിയില്ല. വൈസർ ഇതുപോലെ തന്നെ, വൈസറൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ കുറച്ചൊന്ന് വൃത്തിയിൽ കൊണ്ടുനടക്കണം. എന്നിട്ട് ഹാൻഡിൽ ബാറും ബ്ലാക്ക് ആക്കാം. മൊത്തം ബ്ലാക്ക്, കംപ്ലീറ്റ് ബ്ലാക്ക്. ഒരു ഷാഡോ പോലെ അങ്ങനെ പോകണം. വൈറ്റ് രസമൊക്കെയാണ്, വണ്ടി കാണും, ആൾക്കാർ ശ്രദ്ധിക്കും, അതൊക്കെ ഉണ്ട്. ബട്ട് എന്താ പറയുക, കൊണ്ടടക്കാം, നല്ല മെനക്കേടാം. ഗ്ലോസി ബ്ലാക്ക് അടിക്കാനൊന്നും ഉണ്ട്. ഗ്ലോസി ബ്ലാക്ക് അടിച്ചാലോ? ഗ്ലോസി ബ്ലാക്ക് അടിച്ചാലോ? ഗ്ലോസി ബ്ലാക്കും കൊള്ളാം. ഗ്ലോസി ബ്ലാക്കാവും കൊണ്ടടക്കാൻ പണിയായിരിക്കും അല്ലേ? ഇല്ല, വണ്ടി വൃത്തിയുടെ പോകും. അല്ല, മാറ്റ് ബ്ലാക്ക് തന്നെ അടിക്കാം. നമുക്കൊന്ന് സ്വിച്ച് ചെയ്താലോ? അയ്യോ, സീനില്ല. ഇനിയിപ്പം എത്ര കിലോമീറ്ററാണ് ബാക്കി? 82 കിലോമീറ്റേഴ്സ് മോർ ടു ഗോ. 2 മിനിറ്റ്. ഭ്രാന്തമുണ്ട്. ഞാൻ പറഞ്ഞത് കേൾക്കണ്ടാവുമായിരിക്കും. പാട്ടിൽ നിന്നിഴൽ തേരോട്ടം മാട്ടം കൺകനൽ തിരനോ
നോട്ടം ചൂടും ഞാനറിഞ്ഞു എന്നാവോ. So let's go. എൻ പാട്ടിൽ നിന്നിഴൽ തേരോട്ടം മാട്ടം കൺകരൽ തിരനോട്ടം ചൂടും ഞാനറിഞ്ഞോ എന്നാവോ. ഷിറ്റ്. ഈ ഹൈവേ രാത്രിയും രാവിലെയും അടിപൊളിയാണല്ലോ കാണാൻ. അടിപൊളി മൗണ്ടൻ വ്യൂ, സ്ട്രെയിറ്റ് റോഡ്, അപ്പം തന്നെ സിഗ്നലിൽ വന്നു. ഓക്കെ, 34 കിലോമീറ്റർ ടു കോയമ്പത്തൂർ. അവിടെ നിർത്തി നൈസായിട്ടൊരു ചായയും സ്നാക്സും എന്തെങ്കിലും കഴിക്കാം. ചായ ഡൺ. എൻ്റെ മോനെ ബാക്കിൽ നിന്ന് എന്ത് രസമാടാ വണ്ടി കാണാനല്ലേ. ശോ, എനിക്ക് വയ്യ. ഈ പ്രാവശ്യം അത്യാവശ്യം നല്ല ഓട്ടം ഓടുന്നത്. ബാറ്ററി 60% ഉള്ളൂ. ഇനിയിപ്പം ചാർജ് ചെയ്യണം. പവർ ബാങ്ക് എടുത്തിട്ടുണ്ട്. ഇനി പാട്ട് വേണ്ട, കുറേ പാട്ട് കേട്ടു. ഇത്രയും പാട്ട് എനിക്ക് വേണ്ട. സോ ലെറ്റ്സ് ഗോ ദെൻ. ചൂടായിട്ടുണ്ട് കേട്ടോ എൻ്റെ മനത്തെ ചൂട്. നല്ല വെയിലുണ്ട്. ബട്ട് എന്താ പറയുക, വിചാരിച്ച ഹെവി അല്ല, എന്നാലും ഉണ്ട്, പുകച്ചിലുണ്ട്. മാപ്പൊക്കട്ടെ മാപ്പൊക്കട്ടെ. താക്കോലെവിടെ? ഉണ്ണിക്കുട്ട വീഴല്ലേ. രാത്രി കഷ്ടപ്പാടാണ് വണ്ടി ഓടിക്കാൻ. കഷ്ടപ്പാടെന്ന് വെച്ചാൽ ഒന്നും കാണൂല, ബട്ട് ഓടിച്ചോടിച്ച് ശീലമായതുകൊണ്ട് എനിക്ക് ഏകദേശം ഹെഡ്ലൈറ്റ് വെച്ച് യൂസ്ഡ് ആണ്. എന്നാലും കുറച്ച് ബ്രൈറ്റ്നസ് വേണം. ശരിക്കും സോളോ ട്രിപ്സ് ആക്ച്വലി നല്ല രസമാണ്. ലൈക്ക് ആരെയും നോക്കണ്ട, ആരും മൈൻഡ് ചെയ്യണ്ട, നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് ഇങ്ങനെ ചില്ല് ചെയ്ത് പോകാം. ബട്ട് ഒരു ലിമിറ്റ് വരെ. കുറച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ലൈക്ക് നമ്മൾ കുറേ ഓടി, കുറേ സോളോ അടിച്ച് കുറേ കഴിയുമ്പോൾ നമുക്കൊരു ചടപ്പ് വരും. ലൈക്ക് ആരും ഇല്ലല്ലോ പടച്ചോനെ, ബാക്കിൽ ആരും ഇല്ലല്ലോ വർത്തമാനം പറയാനൊന്നും എന്നുള്ളൊരു മൂഡ് വരും. പക്ഷേ ആ സമയത്ത് നമ്മൾ എന്താക്കും അറിയോ, നമ്മളെ വണ്ടിയോട് വർത്തമാനം പറയും. അതെ, പ്രാന്താണെന്നൊക്കെ വിചാരിക്കും. ഞാൻ കുറേ ഇങ്ങനെ വർത്തമാനം പറയാറുണ്ട്. മോനെ ഇത്രയും നേരം കഷ്ടപ്പെട്ട് ഓടിപ്പിച്ചതിന് സോറി, അങ്ങനെയൊക്കെ വർത്തമാനം പറയും. പിന്നെ എന്താണ് ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ, വലിയ വലിയ റൈഡൊക്കെ പോകണ്ടേ, ആ മൂടൊക്കെ ഇങ്ങനെ ചുമ്മാ വിളറിക്കൊണ്ട് ഇങ്ങനെ പോകും. പുറത്തുനിന്ന് ആൾക്കാർ നോക്കുമ്പോൾ ഞാൻ അങ്ങനെ വണ്ടി ഇങ്ങനെ അടിച്ചിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടാവും. ബട്ട് അതാണ് അതിൻ്റെ റിയാലിറ്റി. ഇപ്പോൾ ഏതൊരു വണ്ടിയായാലും ആ വണ്ടിയിൽ നമ്മളിപ്പം ഒരു അത്യാവശ്യം ഒരു ലോങ് ഡിസ്റ്റൻസ് ഓടിയെന്ന് വിചാരിക്കാം. ആ ഓടിക്കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടീനെ തിരിഞ്ഞ് നോക്കുന്ന ഒരു മൂവ്മെൻ്റ് ഉണ്ട്. അത് ആക്ച്വലി ഒരു പ്രത്യേക ഒരു ഫീലാണ്. എന്താ പറയുക, ഭയങ്കര ഒരു മനുഷ്യനോട് പോലും കാണിക്കാത്തൊരു അറ്റാച്ച്മെൻറ്റാണ് നമുക്ക് വണ്ടീനോട് വരിക. ഇതുവരെ എന്നെ എവിടെയും വഴിയിലൊന്നും ഇട്ടിട്ടില്ല, പൊന്നുപോലെ കൊണ്ടുപോയിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല റൈഡ്, തിരിച്ച് വീട്ടിലോട്ടും പോകണം. നിതംബം മനസമാധാനം മോഡാണിത്. അയ്യോ നല്ല കാറ്റ് ബാക്കിലേക്ക്. വിശാലമായി നീണ്ടു നിവർന്ന് കിടക്കുന്ന ഹൈവേ, ചുറ്റും മൊത്തം മലകൾ. ഓക്കെ, നോട്ട് പോയിന്റ്. ഉള്ളിലോട്ട് കയറാം. ജാക്കറ്റ് മാറ്റി വേറെ ജാക്കറ്റ് ഇടണം. അയ്യോ, ആനന്ദമാടും വരെ നേരാട്ടം നേടും വരെ എന്നാലാവും തന്നാലാവും വരമാകുമോ. നല്ല പൊരിഞ്ഞ വെയിലാണ് അവിടെ. സീനില്ലെന്ന് വെച്ചിട്ടമ്മോ, ആ ലെവൽ ഓഫ് വെയിലാണ്. അപ്പം ഡേ 1 കംപ്ലീറ്റഡ്. വണ്ടി ഫുള്ള് അയച്ച് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാളെയും കൂടെ ഉണ്ട് ഷൂട്ട്. ഇന്നിപ്പോൾ എന്തായാലും നല്ല എസ്കേപ്പാണ്. എല്ലാവരും പോയി കഴിഞ്ഞു. അണ്ണൻ കട്ടുന്നൊക്കെ ഏതാ ഡയറക്ടറോ പോയി. ഞാൻ കാർത്ത് കരുവാണിച്ച് കണ്ണൊക്കെ ചോന്നിട്ടുണ്ടല്ലോ. അത്യാവശ്യം എല്ലാ ഷൂട്ടും തീർന്നിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ് റൂമിലാണ്. കൊള്ളാം അല്ലേ? അപ്പം യെസ്, എന്തായാലും നാളെ മോർണിംഗ് കാണാം. ബൈ. അപ്പോൾ ഞാൻ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു നോക്കി. അത്യാവശ്യം ഈ ലൈക്ക് മൈക്കില്ലാതെ ഡയറക്റ്റ് കോപ്രോൻ്റെ മൈക്കെന്ന് കേൾക്കുന്നുണ്ട്. അപ്പം എന്തായാലും കുറച്ചിങ്ങനെ സംസാരിച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം. സോ ഡേ 2 വെയിലത്ത് നടന്ന് പണ്ടാരടങ്ങാനായിരിക്കും എൻ്റെ വിധി. കരിഞ്ഞുണങ്ങി ഇന്ന് ജാക്കറ്റ് കൊടുത്തില്ല, മറന്ന് ജാക്കറ്റ് ഞാൻ എന്താ പറയുക നമ്മളെ ബാഗിൻ്റെ അകത്ത് വെച്ച് റൂമിലിട്ട്. ഇനിയിപ്പോൾ റൂമിലേക്ക് ഇവിടുന്ന് ഒരു 8-9 കിലോമീറ്ററിൻ്റെ അടുത്ത് എന്തുകൊണ്ട്. സോ യാ, ലെറ്റ്സ് എൻജോയ് ദ വിറ്റമിൻ ഡി. വേറെ എന്ത് പറയാനാ. സോ വി ഗോട്ട് ദി R8 ഓൺ അവർ ഹാൻഡ്സ്. എൻ്റെ മോൻ ഇതൊരു സീൻ ക്യാമറ കേട്ടോ. എന്താ നിലവിളി ശബ്ദം? സ്റ്റേൺ ഓൺ ദ റെക്കോർഡിങ്സ് ബ്രോ.
ബട്ട് ഇറ്റ്സ് ഫൺ ബ്രോ, ഇറ്റ്സ് സോ ഫൺ ടു ഷൂട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാനിത് അപ്പുറത്തെ സൈഡിൽ പോയിട്ട് ഫോട്ടോ എടുത്ത സമയത്തുണ്ട് ഒരു മൊയിൽ ചാടി പോകുന്നു, ലിറ്ററലി മൊയിൽ ട്രാക്കിൽ കൂടെ ചാടി പോയിരുന്നു. കറക്റ്റ് ടൈം എൻ്റെ ഷട്ടർ 60-ലായിരുന്നു കിടക്കുന്നത്. അപ്പോൾ മൊത്തം ബ്ലറായി എടുത്ത ഷോട്ട്. ആ വണ്ടി രണ്ടും ലൈനിലെത്തുന്ന സമയത്ത് നമുക്കൊരു പിക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം. അണ്ണൻ്റെ ഇമ്പൾസ് കണ്ടായിരുന്നു, അപ്പം ഓടിക്കാനൊരു മോഹം. എനിക്ക് ഇമ്പൾസ് താ പിടിക്കൂ എക്സ്പൾസ് ഇവിടെ. ஆனால் பார்ட்ஸ் கிடைக்கிறதுக்கு ரொம்ப கஷ்டம். സമ്മ ലൈറ്റ് ബ്രോ. എൻ്റെ മോനെ, നമ്മളത് ഏതോ തെരുവിലൂടെ ജാക്കറ്റും ഹെൽമെറ്റും ഒക്കെ ഇട്ട് നടക്കും. വി ആർ ഗോയിങ് ടു ഹാവ് ഫുഡ് ബ്രോ, വി ആർ ഗോയിങ് ടു ഹാവ് ഫുഡ്. എവിടുന്നു പെട്ടെന്ന് നേരെ വരുന്നുണ്ടല്ലേ. അതെ, കറൻ്റ്ലി ഇപ്പം നമ്മൾ പാലക്കാടിലാണ്. പാലക്കാട് നിന്ന് 2 ഓപ്ഷൻ ഉണ്ട്. 150 കിലോമീറ്റർ ഉള്ള കോഴിക്കോടിലേക്ക്. ഒന്നെങ്കിൽ കോഴിക്കോടിലേക്ക് അടിക്കാം, എനിക്ക് വീണ്ടും ഉറക്കം വരുന്നുണ്ട്, അല്ലെങ്കിൽ ട്രാവൽ ലോഞ്ചിലേക്ക് പോവാം. ഇത്ര നേരം ഓപ്ഷൻ ഉണ്ടായില്ലേ. ദിസ് ഈസ് ദ സെക്കൻഡ് ടൈം ദാറ്റ് വി ആർ കമ്മിങ് ഹിയർ. വാട്ട് എ പീസ്ഫുൾ പ്ലേസ് ബ്രദർ. ദിസ് ഈസ് ഹൗ ദ ബാത്റൂം ലുക്സ് ലൈക്ക്. എൻ്റെ മോനെ സീനില്ലേ, ആക്ച്വലി നല്ല ലൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ സ്ലീപ്പിംഗ് പോഡ്, ലൈക്ക് ട്രാവൽ ലോഞ്ചിലെ. അത്യാവശ്യം അടിപൊളി വൃത്തിയുള്ള സ്ഥലമാണ്. എന്താ പറയുക, നല്ല മിനിമൽ സാധനം. ഇവിടെ ലൈറ്റിൻ്റെ സ്വിച്ചസ്, ഇവിടെ ചാർജിങ് പോർട്ട്, മൊബൈലിന് ഹാങ് ചെയ്യാൻ ചെറിയ സാധനം, ആവശ്യമുള്ള സാധനമൊക്കെ തരും. പിന്നെ കയറുമ്പോൾ തന്നെ ഒരു കുപ്പി വെള്ളവും തരും. സോ 12 മണിക്കൂറിലേക്ക് 700 രൂപ. അതല്ലാതെ ഓരോ മണിക്കൂറിലേക്കും സ്ലീപ്പ് ചെയ്യാനാണെങ്കിൽ മണിക്കൂറിന് 100 രൂപ വെച്ചിട്ട്. കൊള്ളാല്ലേ സെറ്റ്. അപ്പം എന്തായാലും ഗുഡ് നൈറ്റ്. നാളെ മോർണിംഗിൽ പാക്കല. അവസ്ഥ കയറി വരുന്നത് അതിലൂടെയാണ്. അതിലൂടെ കയറി വരുന്നത് അവിടെ ഒരു മസാജിങ് കെയറുണ്ട്, ഇവിടെ കുറച്ച് സീറ്റിംഗ് ഏരിയാസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു വാഷ് ഏരിയ, ലൈക്ക് വാഷ് ബേസിൻ ഏരിയ. അതിന് കയറി വരുമ്പം റിസപ്ഷൻ, അവിടെ ലേഡീസ് ആൻഡ് ജെൻസ് ടോയ്ലറ്റ്. അയ്യോ ചേച്ചി. പിന്നെ ആ ഡോറ് തുറന്നാണ് ഡയറക്റ്റ് പോട്ടിൻ്റെ അകത്തേക്ക്. ഇതിൻ്റെ അകത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് മൊത്തം ഉണ്ട്. പിന്നെ ഇവിടെ കോഫി ഏരിയ. 7:54. നമ്മുടെ ബൈക്ക് ഇസ് ലുക്കിംഗ് ഗുഡ്. എൻ്റെ മോനെ നല്ല രസമുണ്ടല്ലോ. എൻ്റെ വണ്ടി മാത്രമേ ഉള്ളൂ ബൈക്കായിട്ട്. ഇതാണ് ഔട്ടർ സീൻ. കൊള്ളാല്ലേ. ഇത് പുറത്തത്തെ ടീംസ് നടത്തുന്നതെന്ന് തോന്നുന്നു, കാരണം രാത്രി ഇത് ഓപ്പൺ അല്ലായിരുന്നു. രാത്രി അതിനുള്ളത്തെ സാധനങ്ങൾ മാത്രമേ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. സോ അപ്പം എന്തായാലും നൈസായിട്ടൊരു ചായയും കുടിച്ച് പെട്ടെന്ന് ഇറങ്ങണം. നല്ലൊരു ചായയും കുടിച്ച് റോട്ടിലോട്ടുള്ള അടിപൊളി വ്യൂവും കണ്ട് ഇങ്ങനെ ഇരിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഇതുപോലെ ഞാൻ ഇതും ഇവിടെ എൻ്റെ ആണ്. വണ്ടി ഹോൾ സെറ്റ്. ഇപ്രാവശ്യം കുറച്ചും കൂടെ വൃത്തിയിൽ ലഗേജ് കെട്ടിയിട്ടുണ്ട്. ലഗേജ് കെട്ടുന്നൊരു ചടങ്ങാണ് ആക്ച്വലി. പിന്നെ അത് നമ്മളെ ഹാൻഡിൽ ബാറുമുണ്ട്. ഇതുകൊണ്ട് അത്യാവശ്യം യൂസ് ഉണ്ടായിട്ടുണ്ട് ആക്ച്വലി. നമുക്ക് ഇൻ കേസ് റീൽസൊക്കെ മറ്റേ മോട്ടിവേഷൻ സോങ്സ് ഒക്കെ ഇട്ട് ചുമ്മാ കളിപ്പിക്കാനൊക്കെ ആ സാധനം സെറ്റാണ്. എൻ്റെ മോനെ ബൈക്ക് ഈസ് ലുക്കിംഗ് ബ്യൂട്ടിഫുൾ ബ്രോ. വേറെ ആരും കണ്ണ് വെക്കണ്ട, ഞാൻ തന്നെ എൻ്റെ വണ്ടി കണ്ണ് വെച്ച് വീത്തുന്നൊക്കെ. സോ അത്യാവശ്യം ട്രാവൽ ലോഞ്ചിൻ്റെ അകത്ത് നിന്ന് കുറച്ച് ഷോർട്സൊക്കെ എടുത്തിട്ടുണ്ട്. ദിസ് ഇസ് ദി എൻഡ് ഓഫ് ദ വീഡിയോ ആൻഡ് ദി എൻഡ് ഓഫ് ദ റൈഡ്. ട്രാവൽ ലോഞ്ചുകാർക്ക് വീണ്ടും ഒരു പ്രൊമോഷൻ. ബട്ട് എന്താ പറയുക, ഇവിടെ നിൽക്കുമ്പം ഒരു പ്രത്യേക സുഖം കേട്ടോ. ലൈക്ക് നോർമലി ഒരു റൂം എടുത്ത് നിൽക്കുന്നതിനെക്കാട്ടും ഒരു ഹരമുണ്ട് ഇവിടെ വന്ന് നിൽക്കാൻ. കൊള്ളാം. നമ്മളെന്തായാലും നേരെ ഇനി വീട്ടിലോട്ട് തിരിക്കുകയാണ്. 150 കിലോമീറ്റർ ഉണ്ടാവും ഇവിടെ. 150-160 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടാവും. പ്രത്യേകിച്ചൊന്നും ചിന്തിക്കുന്നില്ല, ഒരൊറ്റ വിടൽ.
അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ദ വീഡിയോ, ഷെയർ ദ വീഡിയോ, സബ്സ്ക്രൈബ്. ബൈ.